പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 നിലവിൽ ഇനി ഇറങ്ങാൻ പോകുന്ന പുതിയ കുറച്ച് പ്രമുഖ ബ്രാൻഡുകളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം, മുഷിപ്പിക്കുന്നില്ല. ഫസ്റ്റ് തന്നെ ഇറങ്ങാൻ പോകുന്നത് ഹോണ്ടയുടെ QC3 എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ കാണുക, ഹോണ്ട QC3 എന്നാണ്. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറിനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക. 3 കിലോ വാൾട്ടിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്ന ലിഥിയം അയൺ ബാറ്ററി വരുന്നൊരു ഇതാണ്. അപ്പോൾ IDC ക്ലെയിം ചെയ്തിരിക്കുന്നത് ഏകദേശം 145 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൽ, അതായത് നമുക്ക് വീടുകളിൽ നിന്ന് 1% മുതൽ 80% വരെ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റാണ് എത്തുക ഫാസ്റ്റ് ചാർജിൽ. ഈ നോർമൽ ചാർജറിലാണെങ്കിൽ ഏകദേശം 4 മണിക്കൂറാണ് ഫുൾ ചാർജിന് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ഒരുപാട് ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 3-4 വേരിയൻറ്റുകളോട് വരുന്നുണ്ട്. ഇപ്പം നിലവിൽ ഹോണ്ടയ്ക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്ന ആക്റ്റീവ E ആണ്. അത് നിലവിൽ എല്ലാ ഷോപ്പുകളും അവൈലബിൾ ആണ്. പിന്നെ വരുന്ന QC1 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടാണ് QC3 വരുന്നത്. ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യുക. ഹോണ്ട QC3 എന്നാണ് നിലവിൽ. ആക്റ്റീവ Eയും QC1ഉം നിലവിൽ മാർക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ TVSൻ്റെ ജുപ്പിറ്റർ ഉണ്ടല്ലോ, ജുപ്പിറ്ററിൻ്റെ ഇലക്ട്രിക് ആണ്. ജുപ്പിറ്റർ EV അല്ലെങ്കിൽ ജുപ്പിറ്റർ ഇലക്ട്രിക് ആണ് അതിൻ്റെ വരുന്നത്. 3-4 ഓപ്ഷനുകളിലായിട്ട് വരുന്നുണ്ട്. ഏകദേശം അതിൻ്റെ റേഞ്ച് പ്രൈസ് വരുന്നത്, എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 1,10,000 മുതൽ 1,30,000 വരെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഉള്ളതിനായിരിക്കും 1,30,000 രൂപ വരിക. എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം, അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നതാണ് TVSൻ്റെ വെബ്സൈറ്റിലും പല സൈറ്റുകളിലും പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് സുസുക്കിയിലെ ബുർഗ്മാൻ സ്ട്രീറ്റ് ഇലക്ട്രിക് പറഞ്ഞൊരു മോഡലാണ്. നിലവിൽ ബുർഗ്മാൻ ഓൾറെഡി എല്ലാ ഷോപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് തന്നെ വരുന്നത് 1,05,000 മുതൽ 1,20,000 വരെയാണ്. അത് ഓൺ ദ റോഡ് പ്രൈസ് അല്ല, എക്സ്-ഷോറൂം പ്രൈസാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലായിരിക്കും 1,20,000 രൂപ വരിക. പിന്നെ വരുന്ന ഏതറിൻ്റെ EL01 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 1,00,000 രൂപേൻ്റെ അടുത്താണ് അതിന് നിലവിൽ എക്സ്-ഷോറൂം പ്രൈസ് വരിക. ഏകദേശം 105 കിലോമീറ്ററാണ് IDC റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 80-85 കിലോമീറ്റർ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതറിൻ്റെ EL01 എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങൾ സെർച്ച് ചെയ്യുക. പിന്നെ വരുന്ന ലാസ്റ്റ് ആയിട്ട് ഒരു കിഡിലം വണ്ടിയാണ്. ഒക്ടോബർ 2026 ലോഞ്ചാണ്. ഹോണ്ടേൻ്റെ ഹോണ്ട ADV 160 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. സൂം 160ൻ്റെ അതേ മോഡലിൻ്റെ ഇതാണ്. ഇപ്പോൾ പുതിയ ബൈക്കും അല്ല സ്കൂട്ടി അല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ കുറച്ചുകൂടി കംഫർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ്. ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ഹോണ്ട ADV 160. ഇപ്പോൾ ഈ 4 മോഡലുകളാണ് നിലവിൽ കൺഫേം ആയിട്ടുള്ളത്. പിന്നെ ജുപ്പിറ്ററിൻ്റെ ഒരു CNG ബൈക്കിനെ കുറിച്ചിട്ടൊരു CNG സ്കൂട്ടർ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ആദ്യത്തെ CNG സ്കൂട്ടർ ജുപ്പിറ്ററിൻ്റെ CNG ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക, അത് നോക്കുക. ഇത്തരം വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജുപ്പിറ്ററിൻ്റെ ഒരു CNG മോഡലിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെന്ന് ചെയ്യുന്നതാണ്, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇപ്പം നിലവിൽ ആരെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഏതർ, പിന്നെ TVSൻ്റെ iQube, TVSൻ്റെ ഓർബിറ്റർ, റിവർ ഇന്ത്യ ആണ്. അല്ല, ഞാൻ ഒരിക്കലും സജഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിലവിൽ ഹോണ്ടേൻ്റെ 2-3 മോഡൽ കൂടി വരുന്നുണ്ട്. നിങ്ങളപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ഹീറോൻ്റെ വിത എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, അതും നല്ലൊരു ബൈക്കാണ്. അപ്പോൾ പ്രൈസ് കാര്യങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്തിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇലക്ട്രിക് സ്കൂട്ടറിൽ വാങ്ങിക്കുക. കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന മേഖലയാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ പെട്രോൾ സ്കൂട്ടറുകളെ പോലെയല്ല, ഒരുപാട് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറാണ് നല്ലതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സത്യത്തിൽ ഇപ്പം നിലവിൽ ഏകദേശം 1 വർഷമായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഭയങ്കരമായിട്ട് ക്ലിക്കായി വന്നത്. അപ്പോൾ അതിൻ്റെ പണി വരുന്ന സമയം ആയിട്ടില്ല. എല്ലാ കമ്പനികളും 3 വർഷം മിനിമം വാറണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം 3 വർഷത്തിലൊരു പണിയും വരില്ല എന്ന്. മെയിൻലി ബാറ്ററിയാണ്. ഇപ്പോൾ ഒരു വണ്ടിക്ക് എത്രയാണ് അതിൻ്റെ 50% എമൗണ്ട് ആണ് അതിൻ്റെ ബാറ്ററിക്ക് വരിക. ഇപ്പോൾ 1,00,000 രൂപേൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് 50,000 രൂപ അതിന് ബാറ്ററിക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വരും. ഇപ്പോൾ എന്താ പറയുക, ഒരു ഏതൊക്കെ ആണെങ്കിൽ 2,00,000 രൂപേൻ്റെ അടുത്ത് വരും. അപ്പോൾ 1,00,000 രൂപ അതിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് വരും. പിന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജറാണ്. ചാർജറിന് ഏകദേശം നല്ലൊരു എമൗണ്ട് എല്ലാ വണ്ടിയിലും വരുന്നുണ്ട്. 20,000 രൂപ വരുന്ന വണ്ടികൾ വരെ ഉണ്ട്.
അപ്പോൾ ചാർജിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലോണം ആലോചിച്ചിട്ട് ലാഭം മാത്രം നോക്കാണ്ട് ഒന്ന് ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നിലവിൽ ഇത്രയും വാഹനങ്ങളാണ് പുതുതായിട്ട് വരുന്നത്. നമുക്ക് ജുപ്പിറ്ററിൻ്റെ CNG വീഡിയോയിൽ വീണ്ടും കാണാം.